കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു കറിയുടെ റെസിപ്പി നോക്കാം കേട്ടോ. വളരെ ആരോഗ്യ ഗുണങ്ങളുള്ള ഈ മഴക്കാലത്തൊക്കെ പ്രത്യേകിച്ച് നമ്മൾ കഴിച്ചിരിക്കേണ്ട ഒരു കറിയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് തോരനായിട്ടൊക്കെ നമുക്ക് കഴിക്കാം, പക്ഷെ ഞാനിന്ന് നല്ലൊരു കറിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ചേമ്പിൻ്റെ തണ്ടാണ്. താള് എന്നൊക്കെ പറയില്ലേ, അത്. ഇത് നമ്മൾ കറിയായിട്ട് തോരനായിട്ടൊക്കെ കഴിച്ചാൽ ശരീരത്തിന് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ടെന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. ദഹനം എളുപ്പമാക്കാനൊക്കെ ഇത് സഹായിക്കുന്നു. ഉയർന്ന അളവിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നന്നായിട്ട് കഴിക്കാം. പിന്നെ ഇതിന് രക്തത്തിൽ പഞ്ചസാരൻ്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. പ്രമേഹ രോഗികൾക്കൊക്കെ അതുകൊണ്ട് ചേമ്പിൻ്റെ തണ്ട് കഴിക്കാം. ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ സഹായിക്കും. എല്ലാം കൊണ്ടും വിറ്റാമിനുകളുടെ കലവറയാണ് ഈ ചേമ്പിൻ്റെ തണ്ട്. നമ്മളിത് ഇടയ്ക്കൊക്കെ കഴിക്കണം. ഈ മഴക്കാലത്ത് കർക്കിടകത്തിലൊക്കെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുന്നതാണ്. ഇതിന് ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. 2 തരത്തിൽ ഉള്ള താളുണ്ട്. തോടിൻ്റെ സൈഡിലൊക്കെ കാണുന്നതും പിന്നെ ഇതേപോലെ റെഡ് കളറായിട്ടുള്ള ചേമ്പിൻ്റെ തണ്ടില്ലേ, ഇതാണ് കേട്ടോ ഞാൻ അധികം വെക്കാറ്. ഇതെല്ലാം പറിച്ചെടുത്ത് ആവശ്യത്തിന്. ഇതിൻ്റെ കൂമ്പലയും നമുക്ക് കഴിക്കാം. തോരനൊക്കെ വെച്ചാലും അടിപൊളിയാണ്. പെട്ടെന്ന് വേവും. ഇളയതല്ലേ, കൂമ്പാണ് പൊട്ടിച്ചെടുത്തിട്ടുള്ളത്, മൂത്തതൊന്നുമല്ല. ഇനി നമുക്കതിൻ്റെ തോലൊന്ന് പൊളിച്ചെടുക്കണം. തോല് അങ്ങനെ ദഹിക്കാനൊക്കെ പ്രയാസമാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് വേവിക്കണ്ട. അപ്പോൾ നമുക്കതൊന്ന് അടർത്തിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ അതിൻ്റെ തോല് തണ്ടുന്നൊന്ന് വലിച്ചെടുത്താൽ പറിച്ചെടുക്കാൻ കഴിയും. ഇതാ കണ്ടില്ലേ, ഇതേപോലെ തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ. ചേമ്പിൻ്റെ തണ്ടിൻ്റെ മേലെയുള്ള വിടർന്ന ഇലയില്ലേ, അത് എടുക്കാൻ പാടില്ല കേട്ടോ. അത് മൂപ്പേറിയതായിരിക്കും, അതത്ര ടേസ്റ്റില്ല. ചേമ്പിൻ്റെ തണ്ടിൻ്റെ ഉള്ളിലുള്ള കൂമ്പലയാണ് കേട്ടോ. ഉള്ളിലെ തണ്ടിൻ്റെ ഉള്ളിലുള്ള വിരിഞ്ഞു വരുന്ന ഇല മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ആവശ്യത്തിനുള്ളത് തോലെല്ലാം കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നല്ല ക്ലീൻ ചെയ്തെടുക്കാം. അതിൽ കറിയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഇടാം. ഒരു ചട്ടിയിലേക്ക് ഞാനിത് കട്ട് ചെയ്യാണ് കേട്ടോ. എല്ലാവരുടെയും ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. വളരെ ഇളയതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവുകയും ചെയ്യും. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുമ്പോൾ സൈഡിൽ ഇനിയും ചിലപ്പോൾ തോലൊക്കെ ഉണ്ടാവും. അതൊക്കെ ഈ ടൈമിൽ നമുക്കൊന്ന് അടർത്തി കളയാം കേട്ടോ. ഉള്ളിലുള്ള കൂമ്പലയാണ്. കുറച്ച് വിടർന്നതാണെങ്കിൽ അതിൽ പുഴുക്കളോ പ്രാണികളോ ഒക്കെ ഉള്ളതാണെങ്കിൽ ഒന്ന് നോക്കണം കേട്ടോ. ഉള്ളിലുള്ളതായ കാരണം കുഴപ്പമുണ്ടാവില്ല, നല്ലതായിരിക്കും. കൂമ്പലയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. തോരനൊക്കെ വെച്ച അടിപൊളിയാണ്. ഇലക്കറിയും കൂടിയല്ലേ, സൂപ്പറാണ്. വിറ്റാമിൻ എ ഒക്കെ ധാരാളം ഉള്ളതാണ്. കണ്ണിനും നമ്മളെ സ്കിന്നിനൊക്കെ വളരെയധികം ഗുണമുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുക്ക് ചെയ്യാനായിട്ട് എരിവിന് ആവശ്യത്തിനുള്ള കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ളത് ചേർത്താൽ നല്ലത്. ഇതേപോലെയുള്ള ഇലവർഗത്തിൽപ്പെട്ട കറികൾക്കൊക്കെ മുളക് പൊടി കുറച്ച് പച്ചമുളകൊക്കെ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അല്ലേ. നല്ല ഗുണവും അതായിരിക്കും. എല്ലാവരുടെ അഭിപ്രായം എന്താണ് പറയണം കേട്ടോ. ഞാൻ പച്ചമുളകാണ് അധികം ചേർത്തിട്ടുള്ളത്. 4 വലിയ എരിവുള്ള പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചാൽ മതി. ഇനി അതിലേക്ക് പാകത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരല്പം ചേർത്ത് കൊടുത്താൽ മതി. ഇനി വേണമെങ്കിൽ എരിവിന് ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്ത് കൊടുത്തു, കൂടുതൽ വേണ്ട. മുളകിൻ്റെ പൊടിയുടെ കുത്തൊന്നും വരണ്ട കേട്ടോ. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് ചേർത്താൽ മതി. ഇത് പെട്ടെന്ന് തിളച്ച് വെന്തങ്ങ് ചുരുങ്ങി പോകും കേട്ടോ. കൂടുതലൊന്നും ചേർക്കണ്ട. നമ്മൾ അരവൊക്കെ ചേർക്കുന്നുണ്ട്, എന്നാലും നോക്കിയിട്ടൊക്കെ ചേർത്താൽ മതി കേട്ടോ. പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് താള് വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. കൂടുതൽ വെള്ളം വേണ്ട, മുങ്ങി കിടക്കുന്ന രീതിയിൽ ഒഴിച്ചാൽ മതി. നോക്കൂ, ഇത്രയും വെള്ളം ഒഴിച്ചു. ഇനി നമുക്കതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് എടുത്ത് വെക്കാം കേട്ടോ. ഈ സമയം നമുക്ക് അരപ്പൊക്കെ റെഡിയാക്കി വെക്കണം. ഇത് പെട്ടെന്ന് വേവും. ഇത് വേവാൻ താമസമുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തേങ്ങയൊന്നും ചിരവാനൊന്നും പോകണ്ട. അതിന് മുമ്പേ റെഡിയാക്കി വെക്കണം. കുറച്ച് തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തോ. അതിലേക്ക് ഒരല്പം ജീരകം ചേർത്തിട്ടൊന്ന് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തോ. അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും നല്ലൊരു ടേസ്റ്റ് കിട്ടാനും വേണ്ടി ഒരല്പം തൈര് ചേർക്കുന്നുണ്ട് കേട്ടോ. ചിലരൊക്കെ പുളി ചേർക്കാറുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ. ഞാനിവിടെ കട്ട തൈരാണ് ചേർക്കാറ്. അപ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ.
ഇനി നമുക്ക് തൈരിൽ കട്ടയൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. മിക്സിയുടെ ജാറിൽ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് വയ്ക്കാം. ഈ സമയം കറി നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ടാവും കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞാൽ ചേമ്പിൻ്റെ തണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. ഒന്ന് ഇളക്കി നോക്കൂ, സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇത് കോരി എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ, നന്നായി വെന്തുടഞ്ഞിട്ടുണ്ടാവും. പെട്ടെന്ന് വേവും. നല്ല ഇളയതല്ലേ പറിച്ചെടുത്തത്. ഉപ്പൊക്കെ പാകമുണ്ടോയെന്ന് നോക്കിയിട്ട് നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഗ്രേവിയൊക്കെ ഓരോരോ ഇഷ്ടം പോലെ, എന്നാലും കുറുകിയ ജാറിലാണ് കേട്ടോ നല്ലത്. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അതിലേക്ക് വെള്ളം കൂടി ഒന്ന് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് കുറുക്കിയെടുക്കണം. ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് തിളച്ചെടുക്കാൻ കേട്ടോ. മിക്സിയുടെ ജാറിലെ വെള്ളം കൂടി ഒഴിച്ചപ്പം കുറച്ച് വെള്ളമായില്ലേ, അപ്പോൾ അതൊന്ന് തിളക്കട്ടെ. ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറട്ടെ കേട്ടോ. അല്പസമയം വെച്ചിരുന്ന കറി നന്നായിട്ടൊന്ന് തിളച്ച് വരും കേട്ടോ. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് ഉടച്ച് വെച്ചിട്ടുള്ള തൈരില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അല്പം പുളിയുള്ളതൊക്കെ ആണെങ്കിൽ ഒരു ടേസ്റ്റാണ്. എല്ലാവരുടെയും ഇഷ്ടം പോലെയൊക്കെ ചെയ്യാം. തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തൈരിട്ടിട്ട് തിളപ്പിക്കേണ്ട, ചട്ടി നല്ല ചൂടായിട്ടിരിക്കുകയാണ്. കറിയും തിളച്ചതല്ലേ, ഇത്രയും മതി കേട്ടോ. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ സൂപ്പറായിട്ടുള്ള താളുകറിയാണ്. ഇനി നമുക്കിതൊന്ന് താളിച്ചൊഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉലുവ ഇടേണ്ടവർക്ക് ഇട്ട് പൊട്ടിക്കാം, കടുക് ഇട്ട് പൊട്ടിക്കാം, അതൊക്കെ ഇഷ്ടം പോലെ. ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സൂപ്പറായിട്ടുള്ള താളുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അല്പസമയം വെച്ചിരുന്നാൽ നന്നായി കുറുകി വരും കേട്ടോ കറി. നല്ലൊരു ടേസ്റ്റാണ്. നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു കറിയാണ്. എല്ലാവരുടെയും അഭിപ്രായം പറയൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യണേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.